iOS 18 എൻ്റെ ഫോണിൽ കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കിടിലൻ ഫീച്ചറുകൾ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. ആൻഡ്രോയിഡ് യൂസേഴ്സ് ഒരു വിധത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. അമ്മാതിരി കിടിലൻ സംഭവങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ ഇടയ്ക്ക് പറയാം. എന്തായാലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം. ഡെവലപ്പർ ബീറ്റയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആരും ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കരുത്. പ്രൈമറി ഫോണിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരുപാട് ബഗ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കാര്യങ്ങൾ. പബ്ലിക് ബീറ്റ വരാൻ പോകുന്നേ ഉള്ളൂ. അത് ജൂലൈയിലായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റേബിൾ വെർഷൻ വരുള്ളൂ. പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ സ്റ്റേബിൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിൽ iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ആദ്യം തന്നെ പുതിയ വാൾപേപ്പർ വന്നിട്ടുണ്ട്. ഞാൻ ഐഫോണിന്റെ സ്റ്റോക്ക് വാൾപേപ്പർ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കാറ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെയും ഞാൻ അതിന്റെ സ്റ്റോക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാണ്. ഇതാണ് പുതിയത്. അതിന്റെ കുറച്ച് കളറൊക്കെ നോക്കി ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തു. സോ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. ഈ വാൾപേപ്പറുകൾ ട്വിറ്ററിൽ ഞാൻ രാവിലെ തന്നെ അപ്ഡേറ്റ് ആയപ്പോൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ വാൾപേപ്പർ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോം സ്ക്രീനിലേക്ക് വന്നു. ഹോം സ്ക്രീനിൽ ഐക്കൺസ് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിരുന്നു. പറ്റുന്നുണ്ട്. കണ്ടോ, ഇനി മുതൽ ഓട്ടോമാറ്റിക്കലി പോയി അടുക്കി വെച്ച പോലെ നിരന്ന് കിടക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. പകരം ഇതുപോലെയൊക്കെ നമുക്ക് വേണ്ടിടത്തേക്ക് മാറ്റി മാറ്റി വയ്ക്കാം. ഇനി എഡിറ്റിംഗ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് സൈഡിൽ നിന്ന് കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ താഴെ 3-4 കളർ ഓപ്ഷനുകൾ കാണാം. നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള രീതിയിലുള്ളത് സെലക്ട് ചെയ്യാം. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ മോഡാണ്. ബാക്കിയുള്ളതൊക്കെ ഡിഫറെൻ്റ് ആയ സംഭവമാണ്. അവസാനത്തെ ടിൻഡഡിലാണ് ഡാർക്ക് മോഡ് പോലത്തെ ഒരു സെറ്റപ്പ് കിട്ടുന്നത്. അതിന് താഴെ അതിന്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. കണ്ട, ഈ ഒരു ബാർ നീക്കുന്നതിനനുസരിച്ച് കളർ അഡ്ജസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. സോ അപ്പോൾ ഐക്കൺസിന്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ വന്നെങ്കിലും അത് അത്ര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. എവിടെയെങ്കിലും ആ പ്ലേസിംഗ് മാറ്റി പ്ലേസ് ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും നന്നായി. പിന്നെ ഐക്കൺസിനെ ലാർജറായും സ്മോൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഐക്കണുകളെ ലോക്ക് ചെയ്യാനും ഹൈഡ് ചെയ്യാനും പറ്റും ഫേസ് ഐഡി വെച്ചുകൊണ്ട്. അതായത് ജസ്റ്റ് ഒരു ആപ്പിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ റിക്വയർ ഫേസ് ഐഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ റിക്വയർ ഫേസ് ഐഡി എന്ന് കൊടുത്താൽ ലോക്കായി. പിന്നെ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്താലും ഈ ആപ്പ് അൺലോക്ക് ആവില്ല. അതായത് നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്ത് ആർക്കെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും നോക്കാൻ കൊടുക്കുമ്പോൾ അവർ പോയിട്ട് നമ്മുടെ വാട്സപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ ഞാനിത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഫേസ് ഐഡി ചോദിക്കും. സോ അവർക്കത് സീക്രട്ട് ആയിട്ട് നമ്മുടെ വാട്സപ്പ് നോക്കാൻ പറ്റില്ല. നമ്മുടെ ഫേസ് ഐഡി ഉണ്ടെങ്കിൽ ഓപ്പൺ ആവുള്ളൂ. ഇനി ഇത് ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഫേസ് ഐഡി റിക്വയർ എന്നുള്ള ഭാഗത്തേക്ക് വന്നാൽ താഴെയായിട്ട് ഹൈഡ് കാണാം. ഹൈഡ് ചെയ്താൽ ഇത് ഇവിടുന്ന് പോയി. പക്ഷേ ഇതൊരു പൂർണ്ണമായ ഹൈഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ആപ്പ് ഡ്രോയിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്താൽ ഫേസ് ഐഡി വെച്ചുകൊണ്ട് ഹൈഡ് ആയിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആയി വരും. അതൊരു അനോയിങ് ആണ്. കാണാൻ പാടില്ല. വല്ല സെറ്റിംഗ്സിൽ എവിടെയെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് വേണമായിരുന്നു ചെയ്യാൻ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴേക്കും ഇതിനകത്ത് കാണാം. സോ ലോക്ക് ഹൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കൺട്രോൾ സെന്റർ മൊത്തത്തിൽ ഒന്ന് മാറ്റിയിരിക്കുന്നു. അതിനൊരു ഇത്തിരി റൗണ്ട് ഷേപ്പ് ഇത്തിരി കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. റൗണ്ടഡ് ആയിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ടോപ്പ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റേ സെറ്റിംഗ്സിൽ പോകണമായിരുന്നു. റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ പവർ ഓഫ് ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സാംസങ് ഫോണിലോ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ കാണാം. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺട്രോൾ സെന്ററിലേക്ക് വന്നാൽ മുകളിലെ പ്ലസ് ഐക്കണിൽ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഐക്കണുകൾ നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടത് കൂടാണ്ട് ഒട്ടനവധി ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള കൺട്രോൾ സെന്റർ ഐക്കണുകൾ വരുന്നുണ്ട്. ഈ ഭാവിയിൽ കൂടുതൽ ഐക്കണുകൾ വരും. സോ കൺട്രോൾ സെന്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കണുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് റീസൈസ് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് പല ഐക്കണുകളും നമുക്ക് ഇത് ഇവിടെ കാണിക്കാം. ഞാൻ കണ്ടോ, ഈ രീതിയിൽ അതിൻ്റെ താഴത്തുള്ള ചെറിയ വളയം പോലത്തെ സ്ഥലത്ത് വലിച്ചു കഴിഞ്ഞാൽ പല ഐക്കണുകളും വലുതാവും, ചിലതൊന്നും വലുതാവില്ല. സോ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺട്രോൾ സെന്റർ തന്നെ മൊത്തം മാറിയിട്ടുണ്ട്. ഇത് കൂടാതെ അവിടെ തന്നെ 3 ലെയർ കൊടുത്തിട്ടുണ്ട്. നേരെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മ്യൂസിക്കിന്റെ ഒരു കംപ്ലീറ്റ് സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. മ്യൂസിക് പ്ലേ വിഡ്ജറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും മുകളിലേക്ക് ആക്കിയാൽ കണക്ടിവിറ്റികളുടെ മുഴുവൻ ഒരു വരിവരിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ബ്ലൂടൂത്ത്, വൈഫൈ, എയർപ്ലെയിൻ മോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതൊക്കെ നോർമലി മുകളിലും കിട്ടും നമുക്ക്. എങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുള്ളവർക്ക് ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ കൺട്രോൾ സെന്റർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. കുറെ കൂടി യൂസ്ഫുൾ ആക്കിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഫോട്ടോസ് ആപ്പിനകത്താണ് മൊത്തം ചേഞ്ചുകളും ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാം. മുകളിൽ നമ്മൾ നോർമലി ഫോട്ടോസിൽ കാണുന്ന പോലെ നിരന്ന് കിടക്കുന്നുണ്ട് എല്ലാ ഫോട്ടോസും. താഴെയായിട്ട് റീസെന്റ് ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെടുത്ത ഫോട്ടോസ്, ഇന്നലെ എടുത്ത ഫോട്ടോസ്, അതിന് മുമ്പത്തെ ദിവസം എടുത്ത ഫോട്ടോസ്, അങ്ങനെയൊക്കെ റീസെന്റ് ഡേയ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴേക്ക് വന്നാൽ പീപ്പിൾ പെറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് മനസ്സിലായല്ലോ. അതിനപ്പുറത്തേക്ക് പിന്നീട് കളക്ഷൻ, നമ്മൾ ഏതെങ്കിലും കളക്ഷനുകളെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണേണ്ട സംഭവങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയാണ് കാണുക. പിന്നെ മെമ്മറീസ്, അതേപോലെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൻ്റെ സംഭവങ്ങൾ കാണാം. വാട്സപ്പ്, ട്വിറ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാം വേറെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും താഴെയായിട്ട് വാൾപേപ്പർ സജഷനും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അടിയിൽ വാൾപേപ്പർ സജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നമ്മുടെ പല നല്ല ഫോട്ടോസ് എടുത്തിട്ട് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇനി ഏറ്റവും മുകളിൽ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു വ്യൂവിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഗ്രൂപ്പും അതേപോലെ മുകളിൽ ഇങ്ങനെ ഫോട്ടോസും കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ റൈറ്റിലോട്ടൊന്ന് നീക്കിയാൽ നമ്മുടെ ചില ഫോട്ടോസ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കാണാം. അതായത് ഫീച്ചേർഡ് ഫോട്ടോസ് എന്നാണ് അതിനെ പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഹോളി, അങ്ങനെ പല തരത്തിലുള്ള ഫോട്ടോസുകൾ നമുക്ക് ഇങ്ങനെ മാറി കാണാം. കസ്റ്റമൈസ് ചെയ്ത് വെക്കണമെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സോ അപ്പോൾ ഗാലറി മൊത്തത്തിലൊന്നും മാറിയിരിക്കുന്നു. ഒട്ടനവധി ഫീച്ചറുകൾ കുത്തി നിറച്ചിരിക്കുന്നു. ഇനി അടുത്ത മാറ്റം മെസ്സേജിലാണ്. മെസ്സേജ് നമ്മൾ അധികം നമ്മുടെ ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. വാട്സപ്പാണ് നമ്മൾ ഉപയോഗിക്കുക. എങ്കിലും ആ മെസ്സേജിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയ ചില ഫീച്ചറുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഈ ടാപ്പ് ബാക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ലൈക്ക് അങ്ങനെ കടിക്കുന്ന സംഭവം ഉണ്ടല്ലോ,
അവിടെ നമുക്ക് കളർഫുള്ളായ ഐക്കൺസ് വരുന്നത് മാത്രമല്ല എല്ലാതരം ഇമോജികളും നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കൂടാതെ ഈ മെസ്സേജിൻ്റെ ഭാഗത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഞാനതെല്ലാം അവിടെ വിവരിക്കുന്നില്ല, കാരണം നമ്മൾ അധികമാരും അങ്ങനെ മെസ്സേജ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. എന്തായാലും RCS മെസ്സേജിംഗ് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സാറ്റലൈറ്റ് വഴി മെസ്സേജ് അയക്കാനുള്ള സൗകര്യം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നു, പക്ഷേ അതൊക്കെ അത് ഉപയോഗിക്കുന്നവർക്കാണ് ആവശ്യം വരുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുള്ളത്, പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഐക്കൺ പാസ്വേഡ് മാനേജിങ്ങിന് വേണ്ടിയിട്ട് പല ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ. ബട്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. ആപ്പിളിൻ്റെ തന്നെ പാസ്വേഡ് മാനേജർ ആപ്പ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വിൻഡോസിലോ കമ്പ്യൂട്ടറിലോ ഐപാഡിലോ ഈ ഐഫോണിലോ എല്ലായിടത്തെ പാസ്വേഡുകളും ഈ ഒറ്റ ആപ്പിനകത്ത് മാനേജ് ചെയ്യാം. നിങ്ങൾ ഈ ആപ്പിൻ്റെ പാസ്വേഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. സംഭവം സെറ്റപ്പാണ്. ട്രസ്റ്റഡ് ആയ ഒരു സോഴ്സിൽ നിന്ന് ഒരു നല്ല ആപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ്. പിന്നെ ഗെയിം മോഡ് വന്നിട്ടുണ്ട്. നമ്മളൊരു ഗെയിം കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗെയിം മോഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ഗെയിം മോഡ് ഓൺ ആവും. ഇത് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷനുകളുടെ പെർഫോമൻസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഗെയിമിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഫ്രെയിം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സംവിധാനമാണ്. ഗെയിം മോഡ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. സോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും എല്ലാ ഐഫോൺ മോഡലുകൾക്കും ഈ കഴിഞ്ഞ അത് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണാം. ഈ ലിസ്റ്റിൽ കാണുന്ന എല്ലാ ഫോണുകളിലേക്കും കിട്ടും. ഇത് iOS 18 പ്രധാന മാറ്റങ്ങളാണ്. എല്ലാം നന്നായിരിക്കുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്നതാണ് ആൻഡ്രോയിഡിനെ ഞെട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞ ആ കിഡിലൻ സംഭവങ്ങൾ, ആപ്പിൾ ഇന്റലിജൻസ് എന്ന സംഭവം. ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്, വേറെ വഴിയില്ല, കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ട്വിസ്റ്റ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാം. എന്തായാലും ഈ ഗംഭീര സംഭവങ്ങൾ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം ട്വിസ്റ്റ്. ഒന്ന്, ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ AI നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു എന്നുള്ളതാണ്. പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനമാണ് ഒന്ന്. അതായത് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ധാരാളം വരും നമ്മുടെ ഫോണിൽ. എന്നാൽ അതിൽ പ്രയോറിറ്റി ഏതിനാണെന്ന് നോക്കിക്കൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്കൂളിൽ നിന്ന് എടുക്കാനുണ്ട്, ഒരു 3 മണിക്ക് കുട്ടികളെ എടുക്കണമെങ്കിൽ നമ്മുടെ 2 മണിയാണ് സമയമെങ്കിൽ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകളെയും മാറ്റി വെച്ചുകൊണ്ട് കൊച്ചിനെ സ്കൂളിൽ നിന്ന് എടുക്കണമെന്നുള്ള കാര്യം, കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനുള്ള കാര്യമായിരിക്കും പ്രയോറിറ്റി റിമൈൻഡർ ആയിട്ട് വരിക നമ്മുടെ മുമ്പിലേക്ക്. ബാക്കിയുള്ളതൊക്കെ പിന്നെ വരുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യമാണ് ഡിലൈറ്റ്ഫുൾ ഇമേജ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അവതരിപ്പിക്കുന്ന ഇമേജ് ക്രിയേഷൻ. അതായത് പല തരത്തിലുള്ള ഇമേജുകൾ, ഗ്രാഫിക്, ആനിമേറ്റഡ്, അങ്ങനെയുള്ള പല ഇമേജുകളും നമുക്കിതിൽ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു ഇടിവിട്ട് സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഡാലിയൊക്കെ വെച്ചുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഇനി ആപ്പിൾ ഐഫോണിൽ ചെയ്യാൻ പറ്റും. അതായത് ഇതൊക്കെ എവിടെ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണ്, ആ മെസ്സേജ് അയക്കുന്ന നേരത്ത് നമുക്ക് അതിനകത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ അയക്കുകയാണെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ചുറ്റും കേക്കും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് അയക്കും. ഈ ഒരു മെസ്സേജ് അയക്കും പാകത്തിന് ഒരു ഇമോജി പോലത്തെ ഒരു സംഭവം സെറ്റാക്കി തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരു അമ്മയ്ക്ക്, നിങ്ങളാണ് അമ്മ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവിടെ അമ്മേനെ സൂപ്പർ ഹീറോ ആക്കിക്കൊണ്ടുള്ള ഒരു സംഭവം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് അവർ ഷോയിൽ കാണിച്ചതാണ്, എനിക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ പറയാം, ആ ട്വിസ്റ്റാണത്. പിന്നെ ജെൻമോജി ക്രിയേഷൻ. ജെൻമോജി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇമോജി അല്ല, ഇമോജിനെ ജനറേറ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ്. അതായത് ഒരു ഇമോജി എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അത് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഷേപ്പിലും സ്റ്റൈലിലുമുള്ള ജീവികളോ എന്ത് വെച്ച് വേണമെങ്കിലും ഇമോജി ക്രിയേറ്റ് ചെയ്യാം. ജെൻമോജി എന്നാണ് അവർ വിളിക്കുന്നത്. ഇനി നോർമലായിട്ട് നമ്മൾ ഈ AI എന്ന് പറയുമ്പോൾ ഫോണുകളിൽ ഇപ്പം മെയിനായിട്ട് കാണുന്ന റീറൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഒരു മെയിൽ അയക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ മെയിലിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ തന്നെ റീറൈറ്റ് ചെയ്ത് തരും. നമുക്ക് ഇഷ്ടപ്പെടുന്ന വരെ, ഇഷ്ടപ്പെടുന്ന ടോണിലേക്ക് ആക്കുന്ന വരെ റീറൈറ്റ് ചെയ്ത് തരും. ഇനി അത് തന്നെ നമുക്ക് പ്രൊഫഷണൽ സ്റ്റൈലിൽ വേണോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി സ്റ്റൈലിൽ വേണോ, ഏത് രീതിയിൽ വേണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ രീതിയിലുള്ള രീതിയിൽ എഴുതി കാണിച്ചു തരും. അത് കോപ്പിയും പേസ്റ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. നമ്മൾ എവിടെ നിന്നാണോ സെലക്ട് ചെയ്യുന്നത് അവിടെ തന്നെ അത് മാറി അതേ ഫോർമാറ്റിൽ തന്നെ വരും. സോ കോപ്പി പേസ്റ്റിൻ്റെ ആവശ്യം വരില്ല. ഇനി ഇത് തന്നെ സമ്മറൈസ് ചെയ്യണമെങ്കിൽ സമ്മറൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് വരും. പിന്നെ വലിയൊരു പ്രശ്നമാണ് കോൾ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളത്. കോൾ റെക്കോർഡിംഗും വരും. ഈ ആപ്പിൾ ഇന്റലിജൻസ് വരുന്നതോടുകൂടി കോൾ റെക്കോർഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. ആ റെക്കോർഡ് ചെയ്ത കോളിനെ വേണമെങ്കിൽ നോട്ടാക്കി ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാനും പറ്റും. നോട്ട് ആപ്പ് വഴി ട്രാൻസ്ക്രിപ്റ്റ്, ഓഡിയോയിൽ നിന്നും ടെക്സ്റ്റാക്കി മാറ്റുന്ന സംവിധാനവും വരും. അതിപ്പോൾ കോൾ റെക്കോർഡിങ്ങിന് മാത്രമല്ല, ഒരു മീറ്റിങ്ങിന് പോകണോ അല്ലെങ്കിൽ എന്ത് തരം സ്ഥലത്താണെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സംഗതിയെ നമുക്ക് നോട്ടാക്കി മാറ്റാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ ഗാലറിയിൽ ഒരുപാട് ഫോട്ടോസ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി അവിടെ ഇപ്പോൾ ഇവർ ഉദാഹരണമായിട്ട് കാണിച്ചത് ഒരു ഫിഷിങ്ങിന് ഒരു ഫാമിലി പോകുന്ന ഒരു ഫോട്ടോസാണ്. ആ ഒരു ഫോട്ടോസൊക്കെ നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളൊരു മൂവി ആക്കി മാറ്റി എടുത്ത് വെക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇന്ന സമയത്ത് ഞങ്ങൾ ഇന്ന കാര്യത്തിന് ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ, ഒരു മെമ്മറി മൂവി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI സ്വന്തമായിട്ട് പോയി ആ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് കൃത്യമായ ഓർഡറിൽ പ്ലേസ് ചെയ്ത് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് ആപ്പിൾ മ്യൂസിക്കിൽ നിന്ന് മ്യൂസിക് വിട്ട് തരും. അതും മാച്ചിങ് ആയ മ്യൂസിക്. ഇനി മറ്റൊരു കാര്യമാണ് സിരിക്ക് ഭയങ്കരമായ മാറ്റം. സിരി കാലങ്ങളായിട്ട് പല രൂപങ്ങളിൽ മാറി വന്നിട്ടുണ്ട്. ഇപ്പം സിരിയുടെ ഏറ്റവും പുതിയ രൂപം എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിലാണ്. എഡ്ജിലൊക്കെ ഒരു ലൈറ്റ് മിന്നുന്ന പോലെ ഇങ്ങനെ നമ്മൾ സിരിയെ വിളിച്ചു കഴിഞ്ഞാൽ സിരി വരും, അല്ലെങ്കിൽ സിരിയുടെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ രീതിയിൽ സിരി തെളിഞ്ഞു വരും. സൈഡിൽ ഒരു ചെറിയ ലൈറ്റ് ആയിരിക്കും. എൻ്റെ ഐഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിവൃത്തിയില്ല, കാരണം ഇതിൽ ആ ആപ്പിൾ ഇൻ്റലിജൻസ് അപ്ഡേറ്റ് ആയിട്ടില്ല.
ഇതിൽ iOS 18 ആണ്, പക്ഷേ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. അതേപോലെ സിരിയുടെ ഐക്കൺ ഇതായിരിക്കും ഇനി മുതൽ. ഈ നടുവിൽ കാണുന്ന പോലുള്ള ഐക്കൺ ആയിരിക്കും സിരിക്ക് ഇനി വരാൻ പോകുന്നത്. അതേപോലെ സിരി ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കിട്ടിയാലാണ് നമുക്ക് ഉപയോഗിച്ച് നോക്കി എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് സിരിയോട് ഒരു കാര്യം പറയും, ഇപ്പം നമ്മൾ ഒരു അലാറം വെക്കൂ, അല്ല അലാറം വേണ്ട, നമ്മൾ ടൈമർ വെക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് വെക്കൂ, അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ ആവും. അത് എന്തെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് വെക്കും. ബട്ട് ഇനി അങ്ങനല്ല, നമ്മൾ അലാറം വെക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് വേണ്ട, നമ്മൾ ടൈമർ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവനത് മനസ്സിലാവും, സിരിക്കത് മനസ്സിലാവും എന്നുള്ളതാണ് പ്രത്യേകത. കൃത്യമായിട്ട് നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് തന്നെ ഏറെക്കുറെ നന്നായിട്ട് മനസ്സിലാവും അത്ര സിരിക്ക്. അത് മാത്രമല്ല, സിരി നമ്മൾ വെക്കുന്ന റിമൈൻഡറുകൾ അനുസരിച്ച് കൊണ്ട് മാത്രമല്ല ഇനി വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു, ഇപ്പോൾ ഒരാൾ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ റിമൈൻഡർ ഒന്നും വെച്ചിട്ടില്ല, ഒരു കാര്യമില്ല. നമ്മൾ സിരിയോട് ചോദിക്കുകയാണ്, ഇന്നയാൾ അയച്ച മെസ്സേജ് വഴി അയാൾ എപ്പോഴാണ് ലാൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ ആ മെസ്സേജിൽ പോയി തപ്പിയിട്ട് ആ മെസ്സേജ് എടുത്തിട്ട് ഇന്ന സമയത്തിനാണ് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരും. ഇനി അതിനൊക്കെ അപ്പുറം നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നു, അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, ഇതിൽ എങ്ങനെയാണ് മെസ്സേജ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ സിരി എങ്ങനെയാണ് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിൽ എങ്ങനെയാണ് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാന്നുള്ള കാര്യം ഇവിടെ തന്നെ എഴുതി കാണിച്ചു തരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കാണിച്ചു തരും. പിന്നെ മാത്രവുമല്ല, നമ്മളൊരു ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലൈസൻസിന്റെ നമ്പർ ഓർമ്മയില്ല, ഫില്ല് ചെയ്യണം. നമ്മൾ സിരിയോട് സിരി ലൈസൻസിന്റെ നമ്പർ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എവിടെയെങ്കിലും ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് അതിലത്തെ നമ്പർ എടുത്തുകൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് തരും. പിന്നെ മാത്രവുമല്ല, നമുക്കൊരു മെസ്സേജ് വരുന്നു, അതിൽ നമുക്ക് ഒരു അഡ്രസ്സ് കണ്ടു, ഈ അഡ്രസ്സ് മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെയാണ് അഡ്രസ്സ് എങ്കിൽ നമ്മൾ ഈ അഡ്രസ്സ് ഇയാളുടെ കോൺടാക്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചോളൂ എന്ന് സിരിയോട് പറഞ്ഞാൽ സിരി കൊണ്ടുപോയി ആഡ് ചെയ്ത് വെച്ചോളും, നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നും ചെയ്യണ്ട. ഇതേപോലെ തന്നെ ഫോട്ടോ ഗാലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ സെർച്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് ആ ഫോട്ടോ തപ്പി കണ്ടുപിടിക്കേണ്ട ഡേറ്റ് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു മാസം മുമ്പ് എടുത്തൊരു ഫോട്ടോ, അതിൽ നമ്മൾ യെല്ലോ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ യെല്ലോ ഷർട്ട് ഇട്ടിട്ട് ഞാൻ എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ മതി, ആ ഫോട്ടോസ് എടുത്തുകൊണ്ട് വരും, യെല്ലോ ഷർട്ടുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ട് വരും. അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയും ഭാര്യയും ചേർന്നുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതങ്ങനെ എവിടെയാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി, ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരിക. അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഈ ഒരു കുട്ടി ഇന്നയാൾ തലകുത്തി മറിയുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോകളെല്ലാം ചെക്ക് ചെയ്ത് അതിനകത്തുനിന്ന് ആ തലകുത്തി മറിയുന്ന സീൻ എവിടെയാണോ ഉള്ളത് ആ വീഡിയോ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരും. അതായത് ശരിയാണ്, ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാനാണതാണ് ബേസിക്. എന്തായാലും മൊത്തത്തിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് അതിനെ പറയുക. പിന്നെ നമ്മളൊരു ഫോട്ടോ കാണുകയാണ്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ പഴയത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു, ഈ ഫോട്ടോ നോട്ടിലേക്ക് ആഡ് ചെയ്ത് വെച്ചോളൂ എന്ന് സിരിയോട് പറഞ്ഞാൽ സിരി അതുകൊണ്ട് നോട്ടിൽ ആഡ് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ ആ ഫോട്ടോയിൽ ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറൊക്കെ ഒന്ന് ചെയ്തൊന്ന് പോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സിരിയോട് സിരി അതൊന്ന് പോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സിരി അത് കളർ ഗ്രേഡ് ചെയ്തൊന്ന് പോപ്പ് ചെയ്ത് കാണിച്ചു തരും. സോ അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സിരി ആയാലും ആപ്പിൾ ഇൻ്റലിജൻസ് ആയാലും ഒക്കെ ആയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ ഇത്രയും മതി. എന്തായാലും ഇതിന്റെ ഹൈലൈറ്റ് എന്താണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഒരുവിധം പിടികിട്ടിയല്ലോ എങ്ങനെയാണ് ഈ AI അല്ലെങ്കിൽ ആപ്പിൾ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആൻഡ്രോയിഡ് ഞെട്ടുമെന്ന്. തീർച്ചയായിട്ടും ഞെട്ടും, കാരണം ഇത്രയും ഒരു ഡീപ്പ് ഇന്റഗ്രേഷൻ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പോഴേക്കില്ല. വരില്ല എന്നല്ല, തീർച്ചയായിട്ടും വരും. ബട്ട് ഇപ്പോഴേക്ക് ഇവരുടെ കയ്യിലാണ് ഈ സാധനം സെറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ട്വിസ്റ്റ്, യെസ്, ഞാനൊരു ട്വിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ട്വിസ്റ്റ് അല്ല, 2 ട്വിസ്റ്റ് ഉണ്ട്. ഒന്ന്, ഇത് ഇപ്പോഴേക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. iOS 18 ഇൻസ്റ്റാൾ ചെയ്താൽ ഈ പറഞ്ഞ AI സംവിധാനങ്ങളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യില്ല. അത് ഈ ഒരു ഫാളിൽ വരുമെന്നാണ് പറയുന്നത്. അതായത് ഈ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ വരുമായിരിക്കും. മിക്കവാറും iPhone 16 സീരീസ് വരുന്നതിനൊപ്പമായിരിക്കും. എന്തായാലും 2-3 മാസത്തിൻ്റെ ഉള്ളിലേ വരുള്ളൂ. ഇപ്പോഴേക്ക് വന്നിട്ടില്ല. സോ നിങ്ങൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. iOS 18 ഞാൻ ഈ ഫോണിൽ കാണിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് ഞാനവിടെ കാണിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് വരുന്നേ ഉള്ളൂ. അതാണ് ഒരു ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റാണ് ഭീകര ടെസ്റ്റ്. അതായത് iPhone 15 Pro Max ഈ ഫോണുകളിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് ഇതിന് മുമ്പുള്ള ഡിവൈസുകളിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇവർ കാണിച്ചിട്ടില്ല. ഭാവിയിൽ വരുമോയെന്ന് എനിക്കറിയില്ല. ഒരു വല്ലാത്ത ടെസ്റ്റാണ്. ഐഫോണിൽ ഇങ്ങനെ അല്ല. ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ആ ഫോണുകൾ അപ്ഡേറ്റ് വരുന്ന എല്ലാ ഫോണുകളിലും മിക്കവാറും ഫീച്ചേഴ്സൊക്കെ കിട്ടാറുണ്ട്. ബട്ട് ഇത്രയും ഗംഭീര ഫീച്ചറുകൾ മുമ്പുള്ള ഫോണുകളിലേക്ക് ഒന്നും കിട്ടില്ല എന്ന് പറയുന്നത് നിരാശാജനകം തന്നെയാണ്. അതായത് ഇവർ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ ചിപ്പുകളുള്ള ഫോണുകളിലേക്കാണ് അതിൻ്റെ ന്യൂറൽ എഞ്ചിൻ സെറ്റപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ചിപ്പുകളടക്കമാണ് ഈ ഓൺ ഡിവൈസ് ആയിട്ട് ഈ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇതൊന്നും ഓൺലൈൻ അല്ല, നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെ സേഫ് ആയിരിക്കും. ഓൺ ഡിവൈസ് ആണ് ഈ AI മൊത്തം വർക്ക് ചെയ്യുക. സോ അപ്പോൾ അത് എല്ലാ പഴയ ഫോണുകളിലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് വിഷയം. സോ അപ്പോൾ ഇത് വല്ലാത്തൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. iOS 18 കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്രയും ലോങ് ആയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.